ഹലോ, ഞാനിപ്പോൾ ഒത്തിരി നാളായി ഒരു ഓൺ വോയിസ് ഒക്കെ ചെയ്തിട്ട്. ഇന്നിപ്പോൾ ശരിക്കും ഒരു അപ്രതീക്ഷിതമായിട്ടൊരു സംഭവം ഉണ്ടായി. അപ്പോൾ അതൊന്ന് ഓൺ വോയിസ് വഴി നിങ്ങളോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതായത് ഇന്നിപ്പോൾ കർക്കിടക വാവാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്. ഞാനിപ്പോൾ ദുബായിലാണുള്ളത്. പിന്നെ ഇന്നലെ രാത്രിയിൽ ഞാൻ ഓർത്തായിരുന്നു, കാരണം നാളെ വാവാണ്, അപ്പോൾ ബലിയിടാനായിട്ട് ആര് പോവും. അപ്പോൾ അണ്ണനാണെങ്കിൽ റിഹേഴ്സലൊക്കെ ആയിട്ട് തിരക്കിലാണ്. അപ്പോൾ അണ്ണന് ഇനിയിപ്പോൾ പോകാൻ പറ്റുമോ എന്നറിയില്ല. ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഞാനത് ഓർക്കുന്നുണ്ടായിരുന്നു, കാരണം എന്നെക്കൊണ്ട് പറ്റുന്ന സമയത്ത് ഞാനും കൂടെ പോകുമായിരുന്നു അച്ഛന് ബലിയിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇന്ന് രാവിലെ പിന്നെ എൻ്റെ അണ്ണൻ സമയം കണ്ടെത്തി ആൾ പോയി ബലിയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കോഴ്സൊക്കെ ഞാനിങ്ങനെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ. അപ്പോൾ ഞാനാണെങ്കിൽ ആ കോഴ്സ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ എനിക്കൊരു എയുടെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് കൂടെ ഉണ്ട്. അപ്പം അതിനകത്ത് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. നമ്മുടെ മെയിൽ ID, പാസ്വേഡ്, ഫോൺ നമ്പറും കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതെല്ലാം കൊടുത്ത കൂട്ടത്തിൽ ഫോൺ നമ്പർ ഞാൻ എൻ്റെ മൈൻഡിൽ പെട്ടെന്നങ്ങ് പറയുകയാണ്, 9846388808. ഞാനത് കൊടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ക്ലിക്കായി, ഇതല്ലല്ലോ എൻ്റെ നമ്പർ. എന്നിട്ടും പിന്നെ എൻ്റെ മനസ്സ് പറയുന്നത്, ഇതാണ് നിൻ്റെ നമ്പർ, നീ കൊടുക്കുക എന്നുള്ള രീതിയിൽ എൻ്റെ മൈൻഡ് തന്നെ രണ്ട് സൈഡിൽ നിന്ന് എനിക്കിങ്ങനെ റെസ്പോൺസ് തന്നുകൊണ്ടിരിക്കുക. വീണ്ടും ഞാനങ്ങ് സ്റ്റക്കാവണം. എന്നിട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എൻ്റെ നാട്ടിലെ നമ്പർ ശരിക്കും എത്രയാണ്. വീണ്ടും ഈ നമ്പർ തന്നെ എൻ്റെ മുന്നിലേക്ക് വരുന്നത്, ഈ നമ്പർ തന്നെ പറയുന്നു, ഇതാ നിൻ്റെ നമ്പർ. അങ്ങനെ ഡൗട്ട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ വാട്സപ്പിൽ കയറി നോക്കി. വാട്സപ്പിൽ നോക്കിയപ്പോൾ ഇതല്ല എൻ്റെ നമ്പർ. പെട്ടെന്നാണ് എനിക്ക് നല്ല പരിചയമായിട്ടുള്ള നമ്പറും പെട്ടെന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും അതെൻ്റെ അച്ഛൻ യൂസ് ചെയ്തിരുന്ന നമ്പറാണ്. ശരിക്കും അങ്ങനെ പെട്ടെന്നൊരു അച്ഛൻ്റെ നമ്പർ ഇന്നേ ദിവസം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരിക, അതും ആ നമ്പറാണ് എന്ന് എന്നെക്കൊണ്ട് മനസ്സ് തോന്നിപ്പിക്കുക. ഇതിലൊക്കെ എന്താണ് എന്നൊന്നും എനിക്കറിയത്തില്ല. ഇനി അച്ഛനായിട്ട് ഓർമ്മയായിട്ട് വന്നതാണോ ഒന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളൊരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ അടുത്ത ലെവൽ എന്താണെന്നോ അതൊന്നും നമുക്കറിയില്ലല്ലോ. ചിലപ്പോൾ ഇവരെല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകാം. എന്തായാലും ഇതെനിക്കൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അതുകൊണ്ട് ഇത് നിങ്ങളുമൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓൺ വോയിസിൽ വന്നതിനെ പറ്റി പറയുന്നത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ വീട്ടിലും ലൈഫിലും ഒക്കെ മരിച്ചവരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ എല്ലാവരും ഓർക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. താങ്ക് യു.